എല്ലാവർക്കും നമസ്കാരം. എനർജിസോണിൻ്റെ മറ്റൊരു ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് പ്രോസസ് കോസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ്. വളരെ ബേസിക് ആയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ. അതോടൊപ്പം തന്നെ പ്രോസസ് അക്കൗണ്ട് വരക്കുന്ന ഭാഗവും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പ്രോസസ് അക്കൗണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രോബ്ലമാണ് വർക്കൗട്ട് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള പ്രോബ്ലമാണ്. ഇവിടെ പ്രിപ്പയർ പ്രോസസ് അക്കൗണ്ടാണ് വരക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്. ആ പ്രോസസ് അക്കൗണ്ടിങ്ങിനകത്ത് ഇവിടെ ടോട്ടൽ എമൗണ്ട് തന്നിട്ടുണ്ട്. ടോട്ടൽ എമൗണ്ടാണ്. പിന്നീട് പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3 അങ്ങനെ തരംതിരിച്ച് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ പ്രോസസ് 1, 2, 3, ഡയറക്റ്റ് ലേബർ 1, 2, 3, ഡയറക്റ്റ് എക്സ്പെൻസ് 1, 2, പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എമൗണ്ട് ഉള്ളത് 6000 ആണ്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഉള്ളത്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് ഒരു പ്രോസസ്സിനകത്ത് വരുന്നത് എത്രയാണ്? 150% ഓഫ് ദ ഡയറക്റ്റ് ലേബറാണ്. ഡയറക്റ്റ് ലേബറിൻ്റെ അമൗണ്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ 150% ആണ്. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്കൊന്നുമില്ല, അതുപോലെ തന്നെ ക്ലോസിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ടും ഇല്ല. നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത് പ്രോസസ് അക്കൗണ്ടാണ് വരക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇവിടെ 3 പ്രോസസ്സാണുള്ളത്. പ്രോസസ് 1, പ്രോസസ് 2, പ്രോസസ് 3. അപ്പോൾ നമ്മളെന്ത് വേണം? 3 പ്രോസസ് അക്കൗണ്ട് എന്നുള്ളത് പ്രിപ്പയർ ചെയ്യണം. ആദ്യത്തെ പ്രോസസ് അക്കൗണ്ട് വരക്കുന്നു. അതിനകത്ത് കിട്ടുന്ന ഔട്ട്പുട്ട് ആയിരിക്കും അടുത്ത പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ എന്നുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യമാണ്. സെക്കൻഡ് പ്രോസസ്സിൻ്റെ ഔട്ട്പുട്ടായിരിക്കും തേർഡ് പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ എന്നുള്ളത്. അതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ എന്നുള്ളത്. ഇനി ക്വസ്റ്റ്യനകത്തെല്ലാം ഉണ്ട്. അത് നമ്മൾ ഈ അക്കൗണ്ടിലേക്ക് എടുത്തെഴുതുന്നത് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണത്. അപ്പോൾ അതിനകത്ത് ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എമൗണ്ട് പ്രോസസ് 1-നകത്ത് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബറിൻ്റെ എമൗണ്ട്, ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ എമൗണ്ടും ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് പ്രോസസ് അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഫോർമാറ്റ് നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ് കൂടി ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഓൾറെഡി കൊമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ക്ലാസ്സുകൾ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരമാവുന്നുണ്ടെങ്കിൽ മാക്സിമം കൊമേഴ്സ് പഠിക്കുന്ന ആൾക്കാർക്കും ഷെയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് പ്രോസസ് അക്കൗണ്ട് എങ്ങനെയാണ് വരക്കേണ്ടതെന്ന് നോക്കാം. അതിൽ ഇവിടെ 2 കോളം ഞാൻ വരച്ചിട്ടുണ്ട്. ഫസ്റ്റ് കോളം എന്നുള്ളത് യൂണിറ്റിൻ്റെ കോളാണ്. ഈ ഫസ്റ്റ് കോളം എന്താണ്? യൂണിറ്റിൻ്റെ കോളാണ്. ഇവിടെയും ഉള്ള ഫസ്റ്റ് കോളം എന്താണ്? യൂണിറ്റാണ്. ഇത് യൂണിറ്റാണ്, ഇത് യൂണിറ്റാണ്, ഇത് യൂണിറ്റാണ്. ഓക്കെ, ഇത് റുപ്പീസിനകത്തുള്ള എമൗണ്ടാണ് സെക്കൻഡ് കോളത്തിനകത്തുള്ള. ഓക്കെ, അല്ലെങ്കിൽ വാല്യൂ ആണ് സെക്കൻഡ് കോളത്തിന്. ഇത് റുപ്പീസ്, ഇത് യൂണിറ്റ്. ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. നമ്മളതിൻ്റെ പ്രൊസീജിയറൊക്കെ വരക്കുന്ന പ്രൊസീജിയറൊക്കെ പറയുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. യൂണിറ്റ് കോളം, അതുപോലെ തന്നെ റുപ്പീസ് എന്നുള്ള 2 കോളം പ്രോസസ് അക്കൗണ്ടിനകത്ത് 2 ഭാഗത്തും ഉണ്ടാവും. അല്ലെങ്കിൽ എമൗണ്ട് കോളത്തിന് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് നമ്മൾ എഴുതുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ ക്വസ്റ്റിനകത്ത് നല്ല കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തേക്ക് എഴുതി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ പ്രോസസ് 1-നകത്ത് എന്തുണ്ട്? ഡയറക്റ്റ് മെറ്റീരിയൽ ഉണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ്? ഡയറക്റ്റ് മെറ്റീരിയൽ പ്രോസസ് 1-ൻ്റെ എത്രയാണ്? 4000 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഉള്ളത്. അതുപോലെ തന്നെ ഡയറക്റ്റ് ലേബർ ഉണ്ട്, 1500 ആണ് ഡയറക്റ്റ് ലേബർ ഉള്ളത്. ഇനി ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് ഉള്ളത് 500 രൂപയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് ഉള്ളത്. ഓക്കെ, ദെൻ ഇവിടെ അടുത്തൊന്ന് പറയുന്നുണ്ട് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ള ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? പ്രൊഡക്ഷൻ ഓവർ ഹെഡ് 150% ഓഫ് ഡയറക്റ്റ് ലേബറാണ്. അതായത് 1500ൻ്റെ 150% നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. 1500ൻ്റെ 150% ആണ് എന്ന് പറഞ്ഞാൽ 1500 × 150/100. അപ്പോൾ ഈ കിട്ടുന്ന വാല്യൂ ആണ് എന്നുള്ളത് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ളത്. 2250 രൂപയാണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ക്വസ്റ്റിനകത്ത് എല്ലാ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തേക്ക് എഴുതി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഓപ്പണിംഗ് സ്റ്റോക്കില്ല, ക്ലോസിംഗ് സ്റ്റോക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്നും എഴുതേണ്ട പണിയൊന്നുമില്ല. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? മറ്റൊരു കാര്യം കൂടി, നമ്മുടെ യൂണിറ്റ് കോളം ഉണ്ട്, എന്തുകൊണ്ട്? റുപ്പീസിൻ്റെ കോളം കൂടിയുണ്ട്. അപ്പം ഇവിടെ എത്ര യൂണിറ്റാണുള്ളത്? ക്വസ്റ്റിനകത്ത് നിങ്ങൾ നോക്കിയാൽ യൂണിറ്റിൻ്റെ എമൗണ്ട് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. ഞാനിവിടെ ക്വസ്റ്റിനകത്ത് എഴുതാൻ വിട്ടുപോയതാണ്.
ഇവിടെ പ്രൊഡക്ഷൻ ഡ്യൂറിങ് ദ പീരീഡിനകത്തുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 200 യൂണിറ്റ് ഉണ്ട് എന്ന് ക്വസ്റ്റിനകത്ത് പറയുന്ന കാര്യമാണ്. 200 യൂണിറ്റ് ഉണ്ടെന്നുള്ള ക്വസ്റ്റിനകത്ത് ഉള്ള എമൗണ്ടാണ്. ഇവിടെ എഴുതാൻ നേരത്തെ വിട്ടുപോയതാണ്. 200 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്ന് ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. ആ പീരീഡിനകത്തുള്ള 200 യൂണിറ്റ് ആണെന്നുള്ള കാര്യം. അപ്പോൾ അത് നമ്മളെന്ത് വേണം, ആ 200 യൂണിറ്റിൻ്റെ വാല്യൂ കൂടി ഇവിടെ എഴുതണം. എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, 200 യൂണിറ്റ് ആണ്. ഓക്കെ, ക്ലിയർ. ഇത് ലേബറാണ്, ഇത് എക്സ്പെൻസ് ആണ്. എത്ര ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ്, 200 യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു പീരീഡിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പ്രോസസ് അക്കൗണ്ട് എന്നുള്ളത് നമ്മൾ ബാലൻസ് ചെയ്ത് നോക്കുന്നു. ബാലൻസ് ചെയ്യുമ്പോൾ എത്രയാണ്, ഇവിടെ 200 യൂണിറ്റ് ആണ്. 200 അതുപോലെ തന്നെ ഇത് ടോട്ടൽ ചെയ്യുക. 4000, 1500, 1500, 2250 ടോട്ടൽ ചെയ്യുക. 8250 ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ പ്രോസസ്സ് 1ൻ്റെ നമുക്കൊരു ബാലൻസ് എന്ന് പറഞ്ഞിട്ട് എമൗണ്ട് കിട്ടും. ഈ ബാലൻസ് ആണ് അടുത്ത പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയൽ എന്നുള്ളത്. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, അടുത്ത പ്രോസസ്സിലേക്ക് നമ്മളെന്ത് ചെയ്യും, ഇത് ഈ എമൗണ്ട് അടുത്ത പ്രോസസ്സിലേക്ക് കൈമാറും, അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമ്മളെന്ത് ചെയ്യും, നെക്സ്റ്റ് പ്രോസസ് സെക്കൻഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതും. നമ്മളെന്ത് ചെയ്യുന്നു, ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ട്രാൻസ്ഫർ ചെയ്യുന്നു. എത്രയാണ് എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത്, 200 യൂണിറ്റ്. എത്രയാണ് എമൗണ്ട്, 8250 എന്നുള്ളത്. ഓക്കെ, ക്ലിയർ. 8250 ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രോസസ് അക്കൗണ്ടുമായി പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പ്രോസസ് അക്കൗണ്ടിനകത്ത് ഓരോ പ്രോസസ്സിനകത്തെയും നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പെർ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് ഓരോ യൂണിറ്റിനകത്തും കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ എത്രയാണ് റുപ്പീസ് എന്നുള്ളത്, 8250 ആണ് ഉള്ളത്. എത്രയാണ് യൂണിറ്റ് ഉള്ളത്, 200 യൂണിറ്റ് ആണുള്ളത് അല്ലേ. ആ ഒരു പീരീഡിനകത്ത് 200 യൂണിറ്റ് അല്ലേ ഉൽപ്പാദിപ്പിക്കുന്നുള്ളത്. അപ്പോൾ നമ്മളിത് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എത്ര ചെയ്തും ഡിവൈഡ് ചെയ്ത് നോക്കുക. 41.25 ആണ് എന്ത് വരുന്നത്, കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നമ്മൾ എന്ത് വേണം, ഓരോ പ്രോസസ്സിനകത്തും കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ എമൗണ്ട് ഇവിടെ തന്നെ കാണുന്നതാണ് നല്ലത്. കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും, കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. ഇവിടെ നിന്ന് എഴുതേണ്ട, ഇവിടെ യൂണിറ്റ് കൊള്ളമാണ്, ഇത് റുപ്പീസിൻ്റെ കൊള്ളമാണ്, ഇവിടെ നിന്ന് എഴുതാനൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യും, ഈ പർട്ടിക്കുലേഴ്സിൻ്റെ ഈ കൊള്ളത്തിനകത്തേക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കൂടി കാൽക്കുലേറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് വിചാരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇനി അടുത്ത പ്രോസസ്സിനകത്ത് നമ്മൾ ചെയ്യുമ്പോഴും ചെയ്യേണ്ടത് സെയിം രീതിയാണ്. ഇവിടെ സെക്കൻഡ് പ്രോസസ്സിലേക്ക് നമ്മൾ ഫസ്റ്റ് പ്രോസസ്സിനകത്തുള്ള ഔട്ട്പുട്ട് സെക്കൻഡ് പ്രോസസ്സിൻ്റെ റോ മെറ്റീരിയലാണ് നമ്മൾ സെക്കൻഡ് പ്രോസസ്സിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഈ എമൗണ്ട് ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു പറയുമ്പം അത് എവിടെ വരും, പ്രോസസ് സെക്കൻഡ് അക്കൗണ്ടിനകത്ത് വരില്ലേ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, അവിടെ ഈ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ജേണൽ എന്താണ്, പ്രോസസ് സെക്കൻഡ് അക്കൗണ്ട് ഡെറ്റഡ് ടു പ്രോസസ് ഫസ്റ്റ് അക്കൗണ്ട് എന്നല്ലേ. അപ്പോൾ അത് പ്രോസസ് സെക്കൻഡ് അക്കൗണ്ടിനകത്ത് ടു പ്രോസസ് ഫസ്റ്റ് അക്കൗണ്ട് എന്ന് വരില്ലേ. പ്രോസസ് അല്ലെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന രീതിയിൽ ചിന്തിച്ചാലും മതി. പ്രോസസ് സെക്കൻഡ് ഫസ്റ്റ് അക്കൗണ്ട് എന്ന് വരും. എന്ത് എമൗണ്ടാണത്, ട്രാൻസ്ഫർ ചെയ്യുന്ന എമൗണ്ടാണ്. എത്ര യൂണിറ്റാണ്, 200 യൂണിറ്റാണ്. ടോട്ടൽ എമൗണ്ട് എത്രയാണ്, 8250 ആണ് ടോട്ടൽ എമൗണ്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഭാഗം എന്നുള്ളത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഈ പ്രോസസ് ഫസ്റ്റ് അക്കൗണ്ടിനകത്തുള്ള ഈ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു, അടുത്ത പ്രോസസ്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. പറഞ്ഞാൽ ഇതാണ് അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. ഈ അടുത്ത പ്രോസസ്സിലേക്ക് നമ്മൾ ഈ യൂണിറ്റ് എമൗണ്ട് എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇനി സെക്കൻഡ് പ്രോസസ്സിനകത്ത് ഇതേപോലെ നമ്മൾ ഇവിടെ എന്ത് കിട്ടുമ്പോൾ ഒരു ബാലൻസ് എമൗണ്ട് കിട്ടും. അത് തേർഡ് പ്രോസസ്സിലേക്ക് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, ആ ഒരു രീതിയാണ് നമ്മൾ പ്രോസസ് അക്കൗണ്ടിനകത്ത് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് പ്രോസസ്സിനകത്തുള്ള കാര്യങ്ങൾ നോക്കാം. സെക്കൻഡ് പ്രോസസ് 2 എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എഴുതി വെക്കുന്നു. ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണ് പ്രോസസ് സെക്കൻഡിനകത്തുള്ളത്, 600 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഉള്ളത്. പിന്നെ ഡയറക്റ്റ് ലേബറിൻ്റെ എമൗണ്ട് പറഞ്ഞിട്ടുണ്ട്. ഡയറക്റ്റ് ലേബറിൻ്റെ എമൗണ്ട് ഉള്ളത് 1600 ആണ് ഡയറക്റ്റ് ലേബറിൻ്റെ എമൗണ്ട് ഉള്ളത്. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് ഉള്ളത് 300 ആണ് ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് എന്നുള്ളത്. ഇതൊക്കെ ക്വസ്റ്റിനകത്ത് ഉള്ള എമൗണ്ടാണ്. ഉള്ള എമൗണ്ട് അതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതി വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യുന്നു, പ്രോസസ് സെക്കൻഡിൻ്റെ അക്കൗണ്ട് ഇതേപോലെ തന്നെ ബാലൻസ് ചെയ്യുന്നു. അതിന് മുമ്പ്
ഇവിടെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. അത്രയാണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ലേബറിൻ്റെ 150% ആണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു എമൗണ്ടും ഇവിടെ വരും. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് അത്രയാണ് 150%. 150% ഏതിൻ്റെ മുകളിൽ? ഡയറക്റ്റ് ലേബറിൻ്റെ. ഇവിടെ ഡയറക്റ്റ് ലേബറിൻ്റെ എമൗണ്ട് ഇതിനകത്തുള്ളത് 1600 ആണ്. 1600, അതായത് 1600 ഇൻറ്റു 150 ഡിവൈഡഡ് ബൈ 100. ഓക്കെ, നമുക്ക് കിട്ടുന്ന ആ എമൗണ്ട് ആയിരിക്കും എന്ത്? പ്രൊഡക്ഷൻ ഓവർ ഹെഡിൻ്റെ എമൗണ്ട് എന്നുള്ളത്. പ്രൊഡക്ഷൻ ഓവർ ഹെഡിൻ്റെ എമൗണ്ട് കിട്ടുന്നത് 2400 ആണ്. പ്രൊഡക്ഷൻ ഓവർ ഹെഡിൻ്റെ എമൗണ്ട് കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അക്കൗണ്ടും ഇതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ അടുത്ത ഈ അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ബാലൻസ് ചെയ്യുന്നു. അത്രയാണുള്ളത്. 200 യൂണിറ്റ് ആണുള്ളത്. ടോട്ടൽ ചെയ്താൽ 13150 വരും. ഓക്കെ, ഈ എമൗണ്ടാണ് അടുത്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഒരു ഐഡിയ നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇത് 10150 എന്നുള്ളത്. ഇത് അടുത്ത പ്രോസസ്സിലേക്ക് ഇത് ഇവിടെ ചെയ്ത അതേ രീതി തന്നെയാണ് ഇവിടെ നമ്മൾ ഫോളോ ചെയ്യുന്നത്. അടുത്ത പ്രോസസ് 3ലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ഫർ ചെയ്യുന്നു. പ്രോസസ് 3 അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. ബ്രാക്കറ്റിൽ ക്ലിയർ ആകുന്നതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫർ എന്ന് കൂടി എഴുതി വെക്കുക. എത്ര യൂണിറ്റാണ്? 200 യൂണിറ്റാണ്. ടോട്ടൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 13150 ആണ് വാല്യൂ എന്നുള്ളത്. ഇനി പ്രോസസ് 1 നമ്മൾ എങ്ങനെയാണ് ചെയ്തത്? ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ എമൗണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇവിടെ എന്ത് വേണം? കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ എമൗണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ടോട്ടൽ വാല്യൂ ഉള്ളത് 13150 ആണ്. യൂണിറ്റിൻ്റെ എമൗണ്ട് ഉള്ളത് 200 യൂണിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന വാല്യൂ ആയിരിക്കും 65.75. 13150 ഡിവൈഡഡ് ബൈ 200, 65.75. ഇതാണ് കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ സെക്കൻഡ് പ്രോസസ്സിനകത്തുള്ള കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഒരു 5 പ്രോസസ്സിലൂടെ കടന്നു പോകുന്നെങ്കിൽ 5 പ്രോസസ്സിനകത്ത് നമ്മൾ എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത പ്രോസസ് 3 എന്നുള്ളത് നമ്മളിപ്പോൾ ചെയ്ത് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് പ്രോസസ് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതായത് പ്രോസസ് 3ലേക്ക് പ്രോസസ് 1ൻ്റെ ഈ എമൗണ്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നില്ല. ഈ എമൗണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോസസ് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. പ്രോസസ് 1ൻ്റെ എമൗണ്ടാണ്, പ്രോസസ് 2ൻ്റെ എമൗണ്ടാണ് പ്രോസസ് 3ലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഈ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടത്തേക്ക് ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് എഴുതി വെക്കും. ഫസ്റ്റ് ട്രാൻസ്ഫർ ചെയ്യുമെന്ന് പറയുമ്പം സെയിം എമൗണ്ട് തന്നെ നമ്മളത് ഇവിടെ കോപ്പി ചെയ്ത് എഴുതി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇവിടെ എന്ത്? പ്രോസസ് സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് എത്രയാണ്? ട്രാൻസ്ഫറുള്ള എമൗണ്ട് 200 യൂണിറ്റ് ആണ്. എത്രയാണ് എമൗണ്ട്? 13150 ആണ് എന്ത് വരുന്നത്? എമൗണ്ട് എന്നുള്ളത് വരുന്നത്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ക്വസ്റ്റ്യനകത്ത് തന്നെ ഡയറക്റ്റ് മെറ്റീരിയലിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ എത്രയാണുള്ളത്? 400 ആണ് ഡയറക്റ്റ് മെറ്റീരിയൽ ഉള്ളത്. ദെൻ ഡയറക്റ്റ് ലേബറിൻ്റെ എമൗണ്ട് തന്നിട്ടുണ്ട്. ഡയറക്റ്റ് ലേബർ 900 ആണ് ഡയറക്റ്റ് ലേബറിൻ്റെ എമൗണ്ട് ഉള്ളത്. ദെൻ ഡയറക്റ്റ് എക്സ്പെൻസിൻ്റെ എമൗണ്ട് അവിടെ പ്രത്യേകം പറയുന്നില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ട? അവിടെ ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് തന്നിട്ടില്ല, നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ദെൻ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ള കാര്യമുണ്ട്. പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എത്രയാണ്? പ്രൊഡക്ഷൻ നിങ്ങൾ എഴുതുമ്പോൾ ഇതെല്ലാം ഫുള്ളാക്കിയിട്ട് തന്നെ എഴുതണം. DL POH ആ രീതിയിൽ എഴുതാൻ വേണ്ടി പാടില്ല, കംപ്ലീറ്റ് ആക്കിയിട്ട് എഴുതണം. പിന്നീട് ഇത് അക്കൗണ്ടിൻ്റെ ഡെബിറ്റ് ഭാഗമാണ്, ഇത് ക്രെഡിറ്റ് ഭാഗമാണ്. ഡെബിറ്റ് ഭാഗത്ത് എഴുതുമ്പോൾ 2 എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ക്രെഡിറ്റ് ഭാഗത്താണ് എഴുതുന്നതെങ്കിൽ ബൈ എന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ സ്ഥലപരിമിതി ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. എക്സാമിന് ചെയ്യുമ്പം അതേപോലെ തന്നെ ചെയ്യണം. ഡെബിറ്റ് ഭാഗത്ത് 2 എന്ന് പറഞ്ഞിട്ടും ക്രെഡിറ്റ് ഭാഗത്ത് ബൈ എന്ന് പറഞ്ഞിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ ഇവിടെ ഞാൻ പ്രോസസ് അക്കൗണ്ട് നമ്മൾ എഴുതിയിട്ടുണ്ട്. പ്രോസസ് അക്കൗണ്ട് എന്നല്ല, പ്രോസസ് സെക്കൻഡ് അക്കൗണ്ട് ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ളത് എത്രയാണ്? ഡയറക്റ്റ് ലേബറിൻ്റെ ഡയറക്റ്റ് ലേബർ എമൗണ്ടിൻ്റെ 150% ആണ് എമൗണ്ട് വരുന്നത്. ഡയറക്റ്റ് ലേബറിൻ്റെ എമൗണ്ട് ഉള്ളത് 900 ആണ്. അതിൻ്റെ 150% ആണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്ഷൻ ഓവർ ഹെഡ് എന്നുള്ളത്. അപ്പോൾ പ്രൊഡക്ഷൻ ഓവർ ഹെഡിൻ്റെ എമൗണ്ട് കിട്ടുന്നത് നിങ്ങൾ ചെയ്ത് നോക്കുക. 1350 ആണ് പ്രൊഡക്ഷൻ ഓവർ ഹെഡിൻ്റെ എമൗണ്ട് എന്നുള്ള കിട്ടുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ അക്കൗണ്ട് അതേപോലെ തന്നെ നമ്മൾ നേരത്തെ എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്നു. മൊത്തമുള്ള യൂണിറ്റ് എത്രയാണ്? 200 യൂണിറ്റാണ് മൊത്തമുള്ളത്. ഇനി ഈ എമൗണ്ട് മൊത്തം ടോട്ടൽ ചെയ്യുക. അതായത് 13,150, 400, 900, 1350 അത് മൂന്നും ടോട്ടൽ ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് ഞാൻ ഇവിടെ എഴുതി വെക്കുന്നുണ്ട്. നിങ്ങൾ ചെയ്ത് നോക്കുക. 13,800 ആണ്
എന്ത് ചെയ്യുന്നത് ഇവിടെയുള്ള ടോട്ടൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെയും എഴുതും, പിന്നെ ഇത് ബാലൻസ് ചെയ്യുമ്പം കിട്ടുന്ന എമൗണ്ട് എത്രയാണ്, 200 യൂണിറ്റ് എത്രയാണ്, 15,800 എന്നുള്ളത്. ഓക്കെ, 15,800. ഇനി നമ്മൾ നേരത്തെ തിയറി പറയുമ്പോൾ പറഞ്ഞൊരു കാര്യമാണ്, പ്രോസസ് അക്കൗണ്ട് ബന്ധപ്പെട്ടുള്ള തിയറി നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞ കാര്യമാണ്, പ്രോസസ്സ് ഫസ്റ്റത്തത് സെക്കൻഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, സെക്കൻഡത്തത് തേർഡത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ലാസ്റ്റ് പ്രോസസ്സിനകത്ത് വരുന്ന യൂണിറ്റും അതുപോലെ തന്നെ എന്താണ് അവിടെയുള്ള എമൗണ്ടും എന്നുള്ളത് നമ്മൾ ഏതിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ട്. അപ്പോൾ നമ്മുടെ എന്തെഴുതും, ഫിനിഷ്ഡ്, ഇതൊന്ന് ശ്രദ്ധിക്കണം, ഫിനിഷ്ഡ് നമ്മൾ തിയറി പറയുമ്പോൾ പറഞ്ഞ കാര്യമാണ്, ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ഈ എമൗണ്ട് എന്നുള്ളത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. കാരണം ഇവിടെ അവസാനിച്ചു, ആ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റിൻ്റെ പ്രോസസ് എന്ന് പറഞ്ഞാൽ അവസാനിച്ചു. അപ്പോൾ നമ്മൾ എന്ത് വേണം, ഇവിടെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ എമൗണ്ട് എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം, ഇതിനകത്ത് കാൽക്കുലേറ്റ് ചെയ്യണം. കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെയും അത്രയായിരിക്കും, കോസ്റ്റ് പെർ യൂണിറ്റ് ഈക്വൽ ടു 15,800 വരുന്നത്, ഡിവൈഡഡ് ബൈ അത്രയാണ് 200. അതായിരിക്കും എന്ത്, കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത്. കോസ്റ്റ് പെർ യൂണിറ്റ് വരുന്നത് 79 കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് വരുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ ചെയ്തിട്ടാണ് നമുക്ക് മനസ്സിലായൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എല്ലാ പ്രോസസ്സിനകത്തും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോസ്റ്റ് പെർ യൂണിറ്റിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. പ്രോസസ്സ് 1 ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് 2 ചെയ്യുന്നുണ്ട്, പ്രോസസ്സ് 3 ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, ഒരു പ്രോസസ്സിൻ്റെ അടുത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, ലാസ്റ്റിലത് ഫിനിഷ്ഡ് സ്റ്റോക്ക് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഓർമ്മയുണ്ടായിരിക്കണം. പിന്നെ ഇവിടെയുള്ള നമ്മളെന്ത് യൂണിറ്റിൻ്റെ എമൗണ്ട് കൂടി എഴുതണം. എല്ലാ ഇതിനകത്തും നമ്മളെന്ത് ചെയ്യും, യൂണിറ്റിൻ്റെ വാല്യൂ കൂടി എഴുതുന്നുണ്ട്. അവസാനം നമ്മളെന്ത് ചെയ്യുന്നു, ഇതിൻ്റെ കോസ്റ്റ് പെർ യൂണിറ്റ് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ രീതിയിലാണ് നമ്മൾ പ്രോസസ് കോസ്റ്റിങ്ങിനകത്തുള്ള പ്രോബ്ലം വർക്കൗട്ട് ചെയ്യുന്നത്. ഇത് സിമ്പിൾ പ്രോസസ് അക്കൗണ്ടാണ്, കാരണം ഇതിനകത്ത് വേറെ ലോസിൻ്റെ ഭാഗങ്ങളൊന്നുമില്ല. അബ്നോർമൽ ലോസ്, അബ്നോർമൽ ഗെയിന്, നോർമൽ ലോസ്, അബ്നോർമൽ ലോസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഡിസ്കസ് ചെയ്യുന്നില്ല. ഇതിനകത്ത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ക്വസ്റ്റ്യനകത്തുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്തേക്ക് നമ്മൾ എഴുതി വെക്കുന്നത് മാത്രമേ ഉള്ളൂ. നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലമാണിത്. ഈ പ്രോബ്ലം ക്ലിയറായി എന്നാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ്. പ്രോസസ് കോസ്റ്റിങ്ങിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി അടുത്തായിട്ട് ലോസ് വരുന്നുണ്ട്, നോർമൽ ലോസും അബ്നോർമൽ ലോസും ഗെയിനും വരുന്ന ബന്ധപ്പെട്ടുള്ള തിയറിയും അതോടൊപ്പം തന്നെ പ്രോബ്ലമൊക്കെ ഡിസ്കസ് ചെയ്യാനുണ്ട്. നമുക്ക് വരും ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. എല്ലാ ദിവസവും വൈകുന്നേരം 7 മണിക്ക് ചാനലിലൂടെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിത് ഉപകാരമാകുന്നുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിലേക്കും ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി താഴെ രേഖപ്പെടുത്തുക. താങ്ക് യു.